പിലാത്തറ പിഞ്ചുകുഞ്ഞിനെ തട്ടിയെടുത്ത് ഭീതി സൃഷ്ടിച്ച് സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ ദുരൂഹത ഒഴിഞ്ഞില്ല. കാർ ആക്രമിക്കപ്പെട്ട 5 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ആക്രമണത്തിനിരയായവർ പരാതിയുമായി രംഗത്തെത്തിയത്. 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടെന്നായിരുന്നു ആദ്യം പരാതി നൽകിയിരുന്നത്. എന്നാൽ 55 ലക്ഷം രൂപ കൂടി കവർച്ച ചെയ്യപ്പെട്ടതായി രാത്രി കാറിന്റെ ഉടമ തലശ്ശേരിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അശോക് യശ്വന്ത് പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പഴയ സ്വർണം വാങ്ങി മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി പുതിയ ആഭരണങ്ങൾ കേരളത്തിലെത്തിക്കുന്ന വ്യാപാരമാണ് ഇവരുടേതെന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറുള്ള പുതിയ ആഭരണങ്ങളും പഴയ സ്വർണം വാങ്ങാനുള്ള പണവും കാറിലുണ്ടെന്ന് കരുതിയാണ് അക്രമമെന്നാണ് സൂചന. സീറ്റുകളും ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളും ഫ്ലോർ മാറ്റുകളും പൂർണ്ണമായും അഴിച്ചുമാറ്റിയും തകർത്തും അക്രമികൾ പരിശോധിച്ചിട്ടുണ്ട്. രഹസ്യാറകൾ കണ്ടെത്താനാണിതെന്ന് സംശയിക്കുന്നു. പിലാത്തറ പയച്ചി സഹകരണ കോളേജിലെ സുരക്ഷാ ജീവനക്കാരനാണ് പിലാത്തറ മാതമംഗലം റോഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വിജനമായ കോളേജ് റോഡരികിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇന്നലെ രാവിലെ 6:15 കണ്ടത്. തകർത്ത കാറിന് സമീപത്തായി വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ടിരുന്നു. കാറിൽ രക്തക്കറയും കണ്ടതോടെ ആശങ്കയേറി. ഉടൻ കോളേജ് അധികൃതരെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നമ്പർ പരിശോധിച്ചപ്പോൾ തലശ്ശേരിയിൽ താമസിക്കുന്നയാളുടെ കാറാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാറിലുണ്ടായിരുന്നവർ മഹാരാഷ്ട്ര സ്വദേശികളാണെന്നും തലശ്ശേരിയിലുണ്ടെന്ന് വിവരം ലഭിച്ചത്.